UAE ബറാത്ത് രാവ് എന്നാണെന്ന് ചോദിച്ചിട്ട് നമുക്ക് മെസ്സേജ് അയക്കാം. നമ്മൾ ഇങ്ങനത്തെ രാവുകളൊക്കെ അധികം വീഡിയോ എടുത്ത് വിടുന്നത് ആളുകൾ ആരെങ്കിലും അറിഞ്ഞിട്ട് ഇബാദത്ത് ചെയ്താൽ അതിൻ്റെ കൂലി നമുക്ക് കിട്ടുന്നുള്ള പല ആളുകൾക്കും കറക്റ്റ് അറിയില്ല. UAE ബറാത്ത് രാവ് വരുന്നത് വ്യാഴാഴ്ചയും ഈ വരുന്ന വ്യാഴാഴ്ച, നോമ്പ് വരുന്നത് വെള്ളിയാഴ്ചയാണ്. അഥവാ ഇന്നിപ്പോൾ ചൊവ്വല്ല, നാളെ ബുധൻ, മറ്റന്നാളാണ് വ്യാഴ രാവ്, നോമ്പ് വരുന്നത് വെള്ളിയാഴ്ച. നമ്മൾ കാലങ്ങളായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ UAE ഹക്കുൽ ലൈൽ എന്നുള്ള പേരിൽ കാലങ്ങളായിട്ട് അറബികൾ ആചരിക്കുന്ന രാവും കൂടെയാണ് ബറാത്ത് രാവ് കേട്ടോ. നിസ്ഫു ഷാബാൻ ഫിഹ യുഫ്റഖു മിൻ കുല്ലി അംരിൻ അദീം എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ രണ്ടാക്കുന്ന ഒരു രാവായിട്ടാണ് കിതാബിലും പണ്ഡിതന്മാരൊക്കെ അതിനെ എന്തായത് വിശദീകരിച്ചത്. നമ്മുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന സമയം, നമ്മുടെ റിസ്ക് കണക്കാക്കുന്ന സമയം, നമ്മുടെ കാര്യങ്ങളൊക്കെ അള്ളാഹു തഖ്ദീർ ചെയ്യുന്ന സമയമായിട്ടൊക്കെയാണ്. വളരെ വിശുദ്ധമായ രാവാണ് ഷാബാൻ 15-ന്റെ രാവ് എന്ന് പറയുന്നത് ബറാത്ത് രാവ്. അപ്പോൾ നമ്മൾ 3 യാസീൻ ഓതലുണ്ട്. അസറിന് ശേഷം 3 യാസീൻ കഴിയുന്നവർക്ക് ഓതാം, അല്ലെങ്കിൽ മഗ്‌രിബിന് ശേഷം ഓതാം. ഒന്നാമത്തെ യാസീന് നമുക്ക് പിന്നെ ആഫിയത്തിനും ആരോഗ്യത്തിനും ദീർഘായുസിന് വേണ്ടിയിട്ട്, ആരോഗ്യത്തോടുള്ള ദീർഘായുസിന്. രണ്ടാമത്തെ യാസീന് റിസ്ക് വിശാലമാണ്. നമുക്ക് ഇവിടെ കൂടുതലും പ്രവാസികൾ നമ്മൾ ടിക്ടോക്ക് വീഡിയോ ഒക്കെ കാണാം. ഇവിടെ വന്നത് ഓരോ റിസ്ക്കിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ കുടുംബത്തിൻ്റെ റിസ്ക്കിന് മറ്റു വേണ്ടിയിട്ട്. റിസ്ക് വിശാലമാവാൻ, നമ്മുടെ കടങ്ങൾ വീടാൻ, ഇതൊക്കെ നല്ല ആത്മാർത്ഥമായിട്ട് ഒന്ന് ദ്വേർക്കുക യാസീൻ ഓതിയിട്ട്. മൂന്നാമത്തെ യാസീൻ നമുക്കൊക്കെ ഉള്ള ഒരാഗ്രഹമാണ് ഈമാനോടുള്ള മരണം. അപ്പോൾ മരിക്കാൻ വേണ്ടിയിട്ട്, മരിക്കുമ്പോൾ ഈമാൻ കിട്ടാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ 3 യാസീനാണ് നമ്മൾ ഓതുക. യാസീൻ സുഹൃത്തിനെ പറ്റി ലിമാ കുരി അലഹു എന്നാണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഓതുന്നത് ആ ഉദ്ദേശം നടക്കുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പറ്റുന്ന ആളുകൾക്ക് നോമ്പ് വിൽക്കുക, യാസീൻ ഓതുക. അസറിന് കഴിയില്ലെങ്കിൽ മഗ്‌രിബിന് ശേഷം ഓതലാണ് നല്ലത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.